ഹേ ദർ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ലോജിക്സ്. നമുക്കിന്ന് സിമ്പിളായിട്ടുള്ളൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി പരിചയപ്പെടാം. അതായത് ഇന്നത് പ്രീമിയം ചാർട്ട് വെച്ചിട്ടുള്ള ട്രേഡിംഗ് ആണ്. നമുക്ക് ബൈ സൈഡിലൊരു മേജറായിട്ടുള്ള നമ്മുടെ ഇൻഡെക്സിൻ്റെ ചാർട്ട് വേണം. കൂടാതെ നമുക്ക് ഇൻഡെക്സിൻ്റെ പ്രീമിയം ചാർട്ട് കൂടെ ആവശ്യമുണ്ടാവും. ഈ ചാർട്ടിൽ ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലൈനെന്ന് വെച്ചാൽ വി വെപ്പാണ്. ആ റെഡ് ലൈനിൽ കാണുന്നത് നമുക്ക് അത് ഈസി ആയിട്ട് അതിൽ സപ്പോർട്ട് എടുത്തിട്ട് അടുത്ത മൂവ്മെൻറ്റ് കൊടുക്കാനായിട്ട് മുകളിലോട്ട് പോകുന്നതായിട്ട് കാണാം. ആർക്കും ഈസി ആയിട്ട് തന്നെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന സിമ്പിൾ സ്ട്രാറ്റജിയാണ്. നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കത് ബ്രോക്ക് ആകുമ്പോഴേക്കും നമുക്ക് സി സൈഡിലൊരു ട്രേഡ് എടുക്കാം. അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് ബ്രേക്കായി. പക്ഷേ എനിക്കത് ട്രേഡ് എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇല്ലായിരുന്നു. അങ്ങനെ ആ ട്രേഡ് മിസ്സായി. എൻട്രി മിസ്സായെന്ന് വിചാരിച്ച് പേടിക്കണ്ട, നമുക്ക് അടുത്ത ട്രേഡുകൾ വരും. പക്ഷേ അതിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചായിരുന്നു. നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് വെച്ചാൽ 180 നമ്മുടെ എൻട്രി. 220 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ നിന്ന് മുകളിലോട്ട് അത് പോകുന്നത് കാണാം നമുക്ക്. $229 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 229 ടോപ്പ് പോയിരിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല രീതിക്ക് വീണ്ടും അവിടെ നിന്നൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് നമുക്ക് ഒരു ഫേവറബിൾ കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഒന്ന് നമ്മൾ കോഷനായിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബുക്ക് ചെയ്യാമായിരുന്നു. ഈവൻ നമുക്ക് ഒരു 30-35 പോയിൻറ്റ് ഈസി ആയിട്ട് നമുക്കതിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്ട്രാറ്റജി. നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് ഇത് അപ്സൈഡിലോട്ട്. സോ നമുക്ക് ലെറ്റ്സ് സീ. ചെറിയ ഡൗൺ സൈഡ് മൂവ്മെൻറ്റും കാണിക്കുന്നുണ്ട്. നമുക്ക് ചെറിയ പോയിൻറ്റ് മതി. നമുക്ക് 10 പോയിൻറ്റ് മതി. ഓൾറെഡി മൂവ്മെൻറ്റ് നമുക്ക് ആ ബ്രോക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. സോ നമുക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് മതിയാവും. ഒരു 10 പോയിൻറ്റ്, അതായത് 1000 റുപ്പീസാണ് നമുക്കിതിൽ ടാർഗറ്റായിട്ട് വരിക. വൺസ് 229 ബ്രോക്ക് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് മൂവ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ആവറേജ് പ്രൈസ് 200 ആയിരുന്നു. പക്ഷേ ഞാനിത് മുമ്പ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അത് ലോസ് ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വലുതായിട്ട് ലോസ് വിടില്ല. 1000 റുപ്പീസ് ലോസ്, 1000 റുപ്പീസ് പ്രോഫിറ്റ്, ആ റേഞ്ചിലേക്ക് ഞാനിത് ക്ലോസ് ചെയ്യുക. യെസ്, ഡൺ. അഗെയിൻ ബാക്ക് ടു പ്രീമിയം ചാർട്ടാണ്. നമുക്ക് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇതായിരുന്നു, അവിടെ നിന്ന് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെവി ആയിട്ട് അപ്സൈഡ് പോകുന്നുള്ള രീതിയിൽ. പക്ഷേ നമുക്ക് ചെറിയൊരു മൊമെൻറ്റ് തന്നിട്ട് സൈഡ് വേസ് പോവുകയാണ് മാർക്കറ്റ്. സോ പ്രീമിയം മെൽറ്റിംഗ് ഈസ് ക്ലിയർ ആണ്. നമുക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് കുറച്ച് കോഷനായിട്ട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും കേട്ടോ. ഓക്കെ, നമ്മളവിടെ ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കുകയല്ല ചെയ്തത്. നമ്മളൊരു ബോക്സ് പാറ്റേൺ വരച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മേജർ ചാർട്ടിൽ. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇത് നമ്മുടെ സെൻസെക്സിൻ്റെ ചാർട്ട്. ഇത് നമ്മുടെ പ്രീമിയം ചാർട്ട്. അപ്പം പ്രീമിയം ചാർട്ട് നമ്മുടെ മേജറായിട്ടുള്ള നമ്മൾ നോക്കുന്ന സെൻസെക്സിൻ്റെ ചാർട്ടിൽ അതൊരു ബോക്സ് പാറ്റേൺ ക്രോസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ആ ട്രേഡ് വാലിഡ് ആയത്. സോ അത് ഒരുപാട് നേരത്തെ കൺസോൾട്ടേഷന് ശേഷമുള്ള ബോക്സ് ഇത് കൂടെ ആയതുകൊണ്ടാണ് നമുക്കിത് വാലിഡ് ആവുന്നത് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.